വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ കെട്ടിയൊരു കളർഫുൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി. അതിനായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ക്യാൻഡിലിനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാകാൻ പോവുകയാണ്. കിട്ടിയപ്പോൾ ഐറ്റം നല്ല വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷെഡിലിരിക്കുക. അപ്പോൾ ഇതിനൊരു മോചനം നൽകാം. ട്യൂഷന് വരുന്ന കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് നുള്ളിപ്പറക്കി വെച്ച ക്രയോൺ ഇരിക്കാൻ തുടങ്ങിയിട്ടും കുറച്ചായി. ഇനി ഒരു ഫ്രഷ് മെഴുകുതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് തിരി മാത്രം അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇവരൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ക്യാൻഡിൽ ഒന്നങ്ങോട്ട് ഉരുക്കിയെടുക്കണം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെണ്ണക്കല്ല് ഉരുക്കുന്ന പോലെ മെഴുക് അങ്ങോട്ട് ഉരുകാൻ തുടങ്ങി. അങ്ങനെ ഗ്ലാസ് ജാർ വിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മെഴുക് കംപ്ലീറ്റ് ആയിട്ട് ഉരുകാൻ അങ്ങോട്ട് വെച്ചു. കൂട്ടത്തിൽ കളറിനായിട്ട് 2-3 റെഡ് ക്രയോൺസും തിരിയെടുത്ത മെഴുകും ഇട്ട് ഉരുക്കാൻ അങ്ങോട്ട് വെച്ചു. ഈ നേരം കൊണ്ട് ഗ്ലാസ് ജാർ വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മെഴുക് ഫുൾ ഉരുകി സെറ്റായി. എന്താ അതിൻ്റെ ഒരു കളർ, ചോരക്കളം പോലെ. ഉരുകി വന്നപ്പോഴേക്കും എനിക്കൊരു സ്വർണ്ണ നാണയം കിട്ടി. പക്ഷേ ഈ നാണയത്തിനൊരു ഊട്ട. ഓ, ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. ഇതാണ് തിരിമാലി. തിരിയിട്ട് ജാറിൽ വെയിറ്റ് കൊടുക്കുന്ന സാധനം. സംഭവം എന്തായാലും ഉപകാരപ്പെട്ടു. തിരിയുടെ മറ്റേ അറ്റം ചെറിയൊരു കമ്പിൽ കെട്ടി ക്രോസ് ചെയ്ത് ജാറിൽ അങ്ങോട്ട് വെക്കണം. ഇനി ഉരുകി വന്ന മെഴുകിനെ പതിയെ ജാറിലേക്ക് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം. എല്ലാം സെറ്റായെങ്കിൽ ഒരിത്തിരി ഗമയാകാം. വേണമെങ്കിൽ ഒരു മെഴുകുതിരി കമ്പനി തുടങ്ങാം. ഇനി ഇതൊന്ന് തണുത്ത് സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സെറ്റായി തുടങ്ങിയപ്പോഴേ ഞാനൊരു പണി മണത്തതാണ്. പക്ഷേ ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. അതായത് ഞാനിതിൽ ഒഴിച്ചത് റെഡ് ക്രയോൺ. ഇത് ഒഴിച്ച് വന്നപ്പോഴും കണ്ടപ്പോഴും റെഡ് തന്നെയായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഓറഞ്ചായി? ഇനി വല്ല രാസപ്രവർത്തനവും? അതിന് വഴിയില്ല. ഇനിയിപ്പോൾ തിരിക്ക് നാട മുറിച്ച് ചെറുതായിട്ട് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാം. ഒന്ന് കത്തിച്ചും കൂടെ നോക്കാം. ഭാഗ്യം കത്തി. എന്തായാലും പൊട്ടിത്തെറിച്ചില്ല. എന്നാലും ഇതെങ്ങനെ ഓറഞ്ചായി? ഇനി ഞാൻ കെട്ടിയവൻ എന്തോ തേങ്ങാക്കൊല കൊടുക്കും. ഒന്നും പേടിക്കാനില്ല, രാജ്യം വിട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.